ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ ഇല്ല. അങ്ങനത്തെ മനസ്സുണ്ടാക്കിയെടുത്ത വ്യക്തി, അവർക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ സന്താനങ്ങളുണ്ട്, എനിക്കൊരു 10 മക്കളുണ്ട്, അള്ളാഹു എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണം. എത്ര മക്കൾ വന്നിട്ടും കാര്യമില്ല. എനിക്ക് ആയിരക്കണക്കിന് ഗ്രോസറികളുണ്ട്, ബക്കാലകളുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്, ഹൈപ്പർ മാളുകളുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഒക്കെ മാറ്റുമോനെ, ഹല്ലി വല്ലി, ഇതൊക്കെ അള്ളാഹ് തന്നല്ലേ നിനക്ക്. പടച്ചവൻ തന്നതിലല്ലേ. ബിമ്മാ റസഖനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതല്ലേ ഇതൊക്കെ. അതൊക്കെ വെച്ച് നീ അഹങ്കരിച്ചു. നിസ്കാരമില്ല, ഇബാദത്തില്ല, അമലുകളില്ല. ഇതൊന്നും വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചാട കാണിക്കാമെന്ന് നോക്കണ്ട. നിസ്കാരത്തിലൂടെ നീ നേടിയെടുത്തതാകുന്ന ആത്മീയ വിശുദ്ധി, അത് കാരണമായി നിന്റെ ഹൃദയം നന്നായിട്ടുണ്ട്. അതിലൂടെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത്. ആ ഹൃദയത്തെ വരെ മുകളിൽ നിർത്തി തല താഴെ നിർത്തുന്ന ഒരു സംഭവം. തല കൊണ്ടുവന്ന് എത്തി വെക്കുക, നിലത്ത് വെക്കാണ്, മണ്ണിനോട് ചേർത്ത് വെക്കാണ്, നെറ്റിത്തടം കൊണ്ടുവന്ന് വെക്കാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വിനയമാണ് കാണിക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും ഭാഗം സുജൂദിൽ മുട്ടിക്കൽ നിർബന്ധമാണ്. ഫർളാക്കപ്പെട്ട ഭാഗമാണ് നെറ്റിത്തടം മുട്ടിക്കണം. തലയെക്കെട്ട് കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കയറ്റി കെട്ടുന്നവരുണ്ട്. അവസാനം അതുകൊണ്ടൊന്ന് സുജൂദ് ചെയ്താൽ ഹല്ലി എല്ലാം കഴിഞ്ഞു, കാരം പോയി. വളരെ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഇങ്ങനെ നെറ്റി മറിച്ച് തലയെക്കെട്ട് കെട്ടുന്നവരുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും എന്ത് ചെയ്യണം? സുജൂദിന്റെ സ്ഥാനത്ത് മുട്ടണം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലെ തന്നെ നെറ്റി അല്പം ഉയർത്തി വേണം എപ്പോഴും തലയെക്കെട്ട് കെട്ടാൻ. അതാണ് അതിന്റെ ഒരു മര്യാദയും അതവും. അങ്ങനെ തന്നെ വേണം. മുഅ്മിനായ മനുഷ്യന്റേതാകുന്ന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് ഖുർആൻ എടുത്തു പറയാൻ കാരണം അതാണ്. കാരണം സുജൂദിന്റെ ആ സ്ഥാനത്തിന് വലിയ മഹത്വമുണ്ട്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ ആ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് വിനയം കാണിക്കുന്നത്. ഏറ്റവും നല്ലൊരു അടിമയുടെ ലക്ഷണമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു വഖത്ത് പോലും മുടങ്ങാൻ പാടില്ല. ഒരു വഖത്ത് പോലും മുടക്കരുത്. അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് മതി എല്ലാ യാത്രകളും, നമ്മുടെ ജീവിത ക്രയവിക്രയങ്ങളും ഒക്കെ. മുഅ്മിനായ മനുഷ്യന്റെയും കാഫിറിന്റെയും ഇടയിലുള്ളതാകുന്ന ആകെയുള്ള ഐഡന്റിറ്റി നിസ്കാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കാരം കൊണ്ടാ തിരിച്ചറിയാം, ബാക്കി ഒന്നും കൊണ്ട് അറിയില്ലല്ലോ. രൂപം കൊണ്ടും കോലം കൊണ്ടും ഒന്നും അറിയില്ല. പലരും ഏത് കോലത്തിലാണെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കണം. പേര് കൊണ്ട് പോലും അറിയില്ല. ഇപ്പൊ ഈ അടുത്ത് എന്നോടൊപ്പം ഉംറയ്ക്ക് വന്നതാകുന്ന ഒരു പെണ്ണിന്റെ പേര്, ഉമ്മാടെ പേര് ഷാജഹാൻ എന്നാണ്. എന്താ പേര്? ഷാജഹാൻ. ഞാൻ വെറുതെ പറയല്ലേ. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഉംറയ്ക്ക് വന്ന ഒരു ഉമ്മാടെ പേര് ഷാജഹാനാണ്. പേര് കൊണ്ടുപോലും ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. അപ്പൊ ഭർത്താവ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഭാര്യയുടെ പേര് എന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്, പേരെന്താണ്? ഷാജഹാൻ എന്നാണെന്ന് പറയാം. കാരണം എന്താ? ഉസ്താദ് അത് കണ്ടിട്ട് ഈ ഷാജഹാൻ ഏതാ, നിങ്ങളുടെ അനിയനാണോ എന്ന് ചോദിക്കേണ്ട നൃത്തത്തിൽ മുപ്പര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. നമ്മൾ ഈ ഷാജഹാൻ ചക്രവർത്തിയാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ പെണ്ണിന് വരെ ഈ പേര് വെക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നമ്മുടെ ആലപ്പുഴ ഒരാളുണ്ട്, സഫർ ജെ അലി എന്നാണ്. അവസാനം വിളിച്ച് സഫർ ജലി എന്നായി. അങ്ങനെയാ പിന്നെ വിളിക്കുന്നത്. യഥാർത്ഥ പേരെന്താണ്? സഫർ ജെ അലി എന്നാ പേര്. വിളിച്ച് അദ്ദേഹം എന്താ വിളിക്കുന്നത്? സഫർ ജലി. നമ്മുടെ ലൈവിലുണ്ടാവും. നമ്മുടെ റുഹൈബയം കുടുംബാംഗങ്ങളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാലിഹീങ്ങൾ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിസ്കാരം മസ്റ്റാണ്. അത് വളരെയേറെ കണിശമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന, ഇന്നും എന്നും എപ്പോഴും നൽകുന്ന ഒരേ ഒരു ഉപദേശം, നസീഹത്തി എന്നോടും നിങ്ങളോടും നൽകാനുള്ളത് മാത്രമാണ്. 5 വഖത്ത് നമസ്കാരം ചിട്ടയായി മുറുകെ പിടിക്കണം. അതിലൂടെ നമ്മുടെ ജീവിത വിജയം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ വിജയിക്കുള്ളൂ. ഒരു വഖത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും അശ്ലീലത, എവിടെ നോക്കിയാലും അശ്ലീലത. നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയതാകുന്ന റിയാലിറ്റി ഷോകളിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി ബിഗ് ഷോയിലേക്ക് കൊണ്ടുവന്നതാരെയാ? മുസ്ലിം പെൺകുട്ടികൾ എന്ന പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത് അവര് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആശയാദർശങ്ങൾ അവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ലെസ്ബിയൻ കപ്പിൾസുകളാകുന്ന 2 സഹോദരിമാരെയാണ് മുസ്ലിം നാമധാരികളായി, മുസ്ലിമീങ്ങളുടേതാകുന്ന ആളുകളായി നല്ല മുഖമക്കനെ ഇട്ടുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിച്ചു കൊണ്ടുവന്നത്. എന്തിനാണ് ഇതിന്റെ ലക്ഷ്യം? എന്നിട്ട് ആ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വലിയ നടനടക്കം ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ. ഞാൻ വീട്ടിൽ കയറ്റും, എന്റെ വീട്ടിൽ കൊണ്ടുപോകും, ചായ കൊടുക്കും, ചോറ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചായ കൊടുക്കുവോ ചോറ് കൊടുക്കുവോ വീട്ടിൽ കയറ്റുവോ എന്നുള്ളതല്ല വിഷയം. മറിച്ച് നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ളതാകുന്ന ഒരാൾ വന്നാൽ, നമ്മുടെ മകളോ മകനോ ഈ രീതിയിൽ അകപ്പെട്ടു പോയാൽ, മകള് ലെസ്ബിയൻ കപ്പിൾസ് ആയാൽ, മകൻ ഗേകൾ ഉൾപ്പെട്ടാൽ പിന്നെ വീട്ടിൽ കയറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം.
ലോകം മുഴുവനും അംഗീകരിച്ചല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആരംഗീകരിച്ചു? ആ ലോകത്തിൽ ഉൾപ്പെട്ടതല്ലേ നമ്മളൊക്കെ. ആരംഗീകരിച്ചു? വെറുതെ അങ്ങ് പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരക്കാർക്ക് സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. ലോകത്ത് ഒരു മതവും അംഗീകരിക്കാത്ത ഏറ്റവും വൃത്തിഹീനമായ പ്രവർത്തനമാണ് സ്വവർഗരതി അനുരാഗം എന്ന് പറയുന്നത്. എന്നിട്ട് അത് അംഗീകരിച്ചു എന്ന് പറയാൻ എല്ലാവരും അംഗീകരിച്ചു, പിന്നെന്താണെന്ന് ചോദിക്കാൻ ആലോചിച്ചു. നിങ്ങൾ നിൽക്ക്, എവിടെയാണ് എത്തിയിരിക്കുന്നത്? അഥവാ ഇത്തരക്കാരാകുന്ന ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ മുസ്ലിമിന്റെ പ്രതിനിധിയായി കൊണ്ടുവരികയും ഇതാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളിലുള്ളതാകുന്ന മറ്റുള്ളതാകുന്ന ആളുകൾ പോലും ഇതിലേക്ക് ആകർഷണത്വം കൊടുക്കാനാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അടുത്ത റിയാലിറ്റി ഷോകളിൽ എനിക്കും പങ്കെടുക്കണമെന്ന് പറയുന്ന ആളുകളായി നമ്മുടെ സഹോദര സഹോദരിമാർ മാറുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിൽ പങ്കെടുത്താൽ മതി എന്നുള്ള ഒരു അവസരത്തിലേക്ക് നമ്മളൊക്കെ എത്തിയിരിക്കാൻ. ഇതൊന്നും ദുനിയാവല്ല സഹോദരങ്ങളെ, അതൊക്കെ ബഹിഷ്കരിക്കണം. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ എന്ത് നന്മയാണ്. ഈ ഷോകൾ തുടങ്ങിയിട്ട് എന്ത് നന്മ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സിനിമ കൊണ്ട് ഒരു മനുഷ്യൻ നന്മ ചെയ്ത ചരിത്രമുണ്ടോ? നമുക്ക് പ്രവാചകന്റെ ചരിത്രം പഠിച്ചുകൂടെ? സഹാബത്തിന്റെ ചരിത്രം പഠിച്ചുകൂടെ? അയിമ്മത്തുകളുടെ ചരിത്രം പഠിച്ചുകൂടെ? അവരിലൂടെ എത്രയോ നന്മകൾ നമുക്ക് സംശീകരിക്കാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ മാടായി എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ജനനം നടത്തിയതാകുന്ന ജനിച്ചതാകുന്ന മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉദാറത്ത് പൊക്കോയ തങ്ങളവറുകൾ. അൽഹംദുലില്ലാ, നമ്മുടെ നാടിന് കിട്ടിയ ഏറ്റവും വലിയതാകുന്ന നിധിയാണ്. അള്ളാഹുരെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മലബാറിൽ ജനിച്ച ഒരു മനുഷ്യൻ, കണ്ണൂർ മാടായി എന്ന് പറയുന്ന മാടായി പള്ളി, കേരളത്തിൽ 12ഓളം പള്ളികളെ മാനിക്കുവിജ്ഞാന സംഘവും വന്നുകൊണ്ട് പണിതതാകുന്ന മനോഹരമാക്കപ്പെട്ട പള്ളികളിൽ വളരെ പ്രസിദ്ധമായ പള്ളിയാണ് മാടായി പള്ളി. കണ്ണൂർ പഴയങ്ങാടി സ്വദേശമാണ്. ഞാനവിടെ വാതിൽ പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, 12 വർഷം മുമ്പ് വാതിൽ പറഞ്ഞ ഒരു സ്ഥലമാണ് മാടായി പള്ളി. ആ മാടായിലാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ജനിച്ചത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ നാട്ടിൽ ജനിച്ച മഹാനുഭാവന് 100-400 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് വേണ്ടി ഇവിടെ അടങ്ങിയിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ നാടിൽ ആത്മീയമായി ഉറച്ചു കിട്ടാൻ അതുകൊണ്ട് കാരണം ഈ നാട്ടുകാർ അവിടത്തേക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുന്നതിലൂടെ നമുക്കൊരു ആത്മീയ നേട്ടം. നോക്കൂ നിങ്ങൾ, 111 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു സയ്യിദിനെയാണ് ഇന്നും നമ്മൾ ഓർക്കുന്നത്. കാരണം നബിതങ്ങളുടെ അധ്യാപനം. ഇന്ന് ജുമഅക്ക് നമ്മൾ പറഞ്ഞതുപോലെ 23 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച പ്രവാചകർ ഈ ലോകത്ത് നിന്ന് വഫാത്തിന് മുമ്പ് ലോകത്തോട് പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈനി, 2 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകാൻ. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കില്ല, നിങ്ങളെ ഒരാളും പിഴപ്പിക്കുകയുമില്ല. 2 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന് കിതാബുല്ലാഹി വഇത്രതി, ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട കലാമാണ്, ഖുർആനാണ്. പിന്നെ എന്റെ കുടുംബമാണ്, എന്റെ അഹ്ലു ബൈത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നും ഇന്നും അഹ്ലുസുന്നയുടെ പ്രവർത്തകർ സയ്യിദന്മാരെ, നബിതങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പേരക്കിടാങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട മക്കളെ മുഴുവൻ ആളുകളെ നമ്മൾ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഈ വർഷമാണല്ലോ, ഈ മാസമാണല്ലോ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്ടുകൊണ്ട് ധന്യമാക്കപ്പെട്ട മാസം. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ബഗ്ദാദിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന, ഇറാഖിന് തിലകച്ചാർത്തായിട്ട് അന്ത്യവിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ടവർ ബഗ്ദാദ് എയർപോർട്ടിൽ പോയി നിങ്ങൾ നോക്കി, 100 കണക്കിന് 1000-കണക്കിന് ആളുകൾ ദിനേന എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് ആ മഹാനുഭാവനെ സിയാറത്ത് ചെയ്യുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ പ്രവാചകരും അസ്ഹാബുൽ ബദരീങ്ങളും മഹത്തുക്കളും കഴിഞ്ഞാൽ സത്യവിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും സ്വാധീനം ചെലുത്തപ്പെട്ടതാകുന്ന ശ്രേഷ്ഠനായ വിലായത്തിന്റെ തലം തീർത്തതാകുന്ന മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരൊക്കെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ട് ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ, ഹിജറയുടെ 470 ജനിച്ച് ഹിജറ 561 ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് 91 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് സുന്ദരമായ ജീവിതം നയിച്ചതാകുന്ന തഖ്വയുടെ ഏറ്റവും തലം തീർത്തതാകുന്ന മഹാനാണ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ആണ്ടിന്റെ മാസവുമാണ് ഈ മാസം. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ അവരൊക്കെ ഒന്ന് സ്മരിക്കുന്നത് അവരുടെ ഒരു മദതും ഹിഫ്ളും ഹിമായത്തും നമുക്ക് ഈ സദസ്സിലും കിട്ടും, ഇവിടെ ഒരുമിച്ച് കൂടിയ മോമിനീങ്ങൾക്കും കിട്ടും. ഈ മഹത്തുക്കൾ ആരും തന്നെ, ഈ വിലായത്തിന്റെ തലം തീർത്ത ഔലിയാക്കൾ, ഈ കടക്കുന്ന മഹാനുഭാവനടക്കം ഇവരാരും തന്നെ ഒരു ജുമഅയോ ഒരു ജമാഅത്തോ ഒരു വഖ്തോ നിസ്കരിക്കാതിരുന്നിട്ടില്ല. അതാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
ഇന്ന് ഔലിയാക്കളുടെ കുപ്പായമിട്ട് പച്ച പുതച്ചിട്ട് കയ്യിൽ 50 മോതിര ഇട്ടിട്ട് യാഹൂ കളിച്ചുകൊണ്ട് കള്ളത്തരീക്കത്തിന്റെ വ്യാജശേഖായിട്ട് നിലകൊള്ളുന്നതാകുന്ന ആളുകളെ പരിശോധിക്ക്. ഒരു വഖത്ത് പോലും നിസ്കാരമില്ലെന്ന് മാത്രമല്ല, കാണാത്ത സിനിമകളില്ല, പോകാത്തതാകുന്ന പാർക്കില്ല, മാളില്ല, ബീച്ച് റോഡുകളില്ല. എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുകയും ജനങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും അടിച്ചു മാറ്റാനുള്ള ഹിക്മത്തുകളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള കാപട്യത്തിന്റെ വാഹകരായി നിലകൊള്ളുന്ന ആളുകളെ ഈ ഉമ്മത്ത് ജാഗ്രതയോടുകൂടി തിരിച്ചറിയണം. നമ്മുടെ ഇഫ്രാത്തും പാടില്ല, തഫ്രീത്തും വേണ്ട. എന്ന് പറഞ്ഞാൽ സുന്നിയാകുമ്പോ കറക്റ്റ് 100-ൽ നിന്നാ മതി, 110-ലേക്കും പോകരുത്, 90-ലേക്ക് നിൽക്കണ്ട, കറക്റ്റ് ആയിരിക്കണം. എല്ലാ തരികിടകളെ നമ്മൾ തിരിച്ചറിയണം. നിസ്കാരം ഇല്ലാത്തതാകുന്ന പിരിവന്മാരും അതും ഇതൊക്കെ ഉള്ള തരികിട ടീംസ് ഉണ്ട്, കള്ളത്തൊരീക്കത്തുകൾ, വ്യാജശേഖന്മാർ, ഒരൊറ്റ വഖത്ത് പോലും ഇല്ല. യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ ആരാൻ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. ഇമാമിങ്ങൾ മുഴുവനും ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി. ഫത്ഹുൽ ബാരിയിൽ കാണാം, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ആരാണ് വലി? വലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തഖ്വയുടെ ആളാണ്. നല്ല അറിവിന്റെ ആഴം തീർത്തിട്ടുള്ള വ്യക്തിക്ക് വലി എന്ന വാക്ക് തന്നെ പറയാൻ പറ്റും. മാത്രമല്ല അൽ മുവാദിഉ അല ത്വാഅത്ത്, ഒരൊറ്റ വഖത്ത് പോലും ഒഴിയില്ലെന്ന് മാത്രമല്ല, കറക്റ്റായി അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന, നോമ്പുകൾ കൃത്യമായി നോറ്റുവീട്ടുന്ന, ഇബാദത്തുകൾക്ക് കണിശത വെക്കുന്ന, സുന്നത്തായ നമസ്കാരങ്ങൾ പോലും വിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന വ്യക്തിക്ക് വലിയ എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ എന്ന് ഉലമാക്കൾ പറയാൻ. നമ്മൾ വലിയ എന്ന് പറഞ്ഞാൽ മഴയത്ത് ഒരു സൈഡിൽ ഇരുന്നിട്ട് വലിക്കുന്നവനെ പറയും ദാ വലിയ എന്ന് പറയും. അത് വേറെ വലിയ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മള് കഞ്ചാവ് അടിക്കുന്നവനെയും സിഗരറ്റ് വലിക്കുന്നവനെയൊക്കെ വലിയാക്കിയിരിക്കുകയാണ്. ഈ അടുത്തൊരു വീഡിയോ നാള് കണ്ടിറങ്ങി, ഒരുത്തന് ഇവിടെ 5 വിരലിനിടയിൽ ഓരോ സിഗരറ്റ് വെച്ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുന്നു. ഇതിന്ന് 5-നും പുക പോകുന്നുണ്ട്. അവന്റെ കാല് തിരുമ്മി കൊടുത്തോണ്ട് കുറെ പേര് ഇരിക്കുക. ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ കള്ള ശൈഖന്മാര്, വ്യാജന്മാർ സമൂഹത്തിൽ ഇന്നുമുണ്ട്. നമ്മുടെ സമുദായത്തിൽ പല ആളുകളും, സാധുക്കൾ, സ്ത്രീകളടക്കം അവരുടെ കൈവശം കൊണ്ടുപോയി സമ്പത്ത് കൊടുത്തിട്ട് അവരുടെയൊക്കെ ദീൻ നഷ്ടപ്പെടുത്തി കളയാൻ. അപ്പൊ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിനെ യഥാർത്ഥത്തിൽ വിരുദ്ധമായി ജനങ്ങളെ, ബിദ്അത്തിന്റെ ആളുകൾ ഇവരെയൊക്കെ കാണിച്ചിട്ട് പറയും, കണ്ടോ സുന്നികളാകുന്ന ആളുകൾ ഇവരുടെ പിന്നിലാണ്. ഇവരല്ല യഥാർത്ഥ സുന്നികൾ. നമ്മൾ അഹ്ലു സുന്നയുടെ യഥാർത്ഥ ഉലമാക്കൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾക്കൊരു വിലായത്തിന്റെ തലം തീർത്ത വ്യക്തിയാണ് ഞാൻ ചൂണ്ടുന്നത്. നിങ്ങൾക്ക് ഡെയിലി ഒരു ഫാത്തിഹ ഓതിയാൽ ജീവിതത്തിൽ വിജയം കിട്ടാൻ, നിദാനമാകുന്ന ആലങ്കോട് നിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഖൈറുണ്ടാകാൻ കാരണക്കാരാണവർ. അള്ളാഹു കൊടുത്ത പൊരുത്തം നമുക്ക് നസീബാക്കട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, ഇന്നത്തെ സദസ്സ് മഗ്രിബ് കഴിഞ്ഞപ്പോഴേ ഇവിടെ സദസ്സ് നിറഞ്ഞു. ആളുകൾ നേരത്തെ സജ്ജരായി. കാരണം എന്തുകൊണ്ട്? സയ്യിദ് അവറുകളോടുള്ള ആദരവും ബഹുമാനവും, അവരോടുള്ളതാകുന്ന ആ ബഹുമാനം കാത്തു സൂക്ഷിച്ച് നേരത്തെ തന്നെ സജ്ജരാകുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീട് മരണപ്പെട്ടു പോയതാകുന്ന സാധുക്കളാകുന്ന ജനങ്ങളുടെ കണക്ക് ഇതാ പുറത്തുവിട്ടപ്പോൾ വന്നത് 70,000-ൽ പരമാണ്. 24 മാസങ്ങൾ പൂർത്തിയാകുകയാണ്. ഒക്ടോബർ 7 ആകുമ്പോൾ 2 കൊല്ലം പൂർത്തിയാവുകയാണ്. ഈ 2 കൊല്ലത്തിനിടയിൽ അവിടെ നടന്നതാകുന്ന യുദ്ധം എത്ര കൊടുമ്പിരി കൊള്ളിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര പ്രയാസപ്പെടുത്തുന്നതാണ്. 70,000-ലും അധികം ആളുകളാണ് മരണപ്പെട്ടു പോയത്. അതിൽ തന്നെ മരണപ്പെട്ടു പോയതാകുന്ന കുട്ടികളുടെ കണക്ക് 20,000-ലധികമാണ്. അതിൽ തന്നെ മരണപ്പെട്ടു പോയതാകുന്ന ചെറിയ മക്കൾ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണക്ക്, 1 വയസ്സിന് താഴെയുള്ളതാകുന്ന മക്കളുടെ കണക്ക് 1000-ലധികമാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ഉമ്മയുടെ തോളിൽ കിടക്കുന്ന മക്കൾ, വാപ്പയുടെ തോളിൽ കിടക്കുന്ന ചാഞ്ഞുറങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ, ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് നുകർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബോംബിട്ടുകൊണ്ടവരെ ഇല്ലാതാക്കുന്ന ഭീകരമാകുന്ന ഏറ്റവും മൃഗീയമായ രംഗങ്ങളാണ് ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടെടുക്കപ്പെട്ട ജനാസകളുടെ സംസ്കരണം നടന്നിട്ടുള്ള ആളുകളുടെയാണ് ഇപ്പൊ കണക്ക് പറഞ്ഞത്. അല്ലാത്തത് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതിനടിയിൽ കിടക്കുന്നതാകുന്ന സാധുക്കൾ ലക്ഷങ്ങളാണ്. കൂട്ടമായി പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ, എങ്ങോട്ടൊന്നും ഇല്ലാതെ ഓടുവാൻ. നമ്മൾ ഈ സദസ്സിൽ അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കൂടിയിട്ട് ആയിരങ്ങൾ വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ കണ്ടമിടറിക്കൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഫലസ്തീന്റെ മക്കൾ കൈക്ക് ദാഷ്ട്യം കൊടുത്തുകൊണ്ട് ദുആ ചെയ്യേണ്ട മജ്‌ലിസാണിത്.
അല്ലാഹുവേ ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സിൽ അസയ്യിദ് ഉദാറത്ത് പൂക്കോയ തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരെ മുൻനിർത്തി ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് ഈ മഴ പെയ്യുന്ന സമയത്ത് ദുആഇന് ഇജാബത്തുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ സമയത്ത് സമുന്നതരാകുന്ന ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, സജ്ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ വേദിയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് ഫലസ്തീന മക്കൾക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ നീ പരിപൂർണ്ണ സംരക്ഷണം നൽകണേ അല്ലാ. എല്ലാവരും രണ്ട് കൈ ഉയർത്തിയിട്ട് ആമീൻ പറയും. അല്ലാഹുവേ നീ സംരക്ഷണം നൽകണേ അല്ലാ. ഫലസ്തീന മക്കൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ. വിപത്തുകളിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ അല്ലാ. കാലവിപത്തുകളിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാ. ഇസ്രായേലി ഭീകരനെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. അവരുടെ ശത്രുത നിന്നിലേക്ക് ഏൽപ്പിക്കുന്ന അല്ലാ. ഫലസ്തീനിലെ ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ പാവപ്പെട്ടതാകുന്ന മക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അവർക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. യുദ്ധത്തിന്റെ കെടുതി മൂലം കൈ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കാല് നഷ്ടപ്പെട്ടു പോയതാകുന്ന 15ഉം 10ഉം വയസ്സുള്ളതാകുന്നതിൽ താഴെയുള്ള പിഞ്ചോമന മക്കളുണ്ട്. അല്ലാഹുവേ ക്ഷമ കൊടുക്കണേ അല്ലാ. ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ നസീബാക്കണേ അല്ലാ. പിറന്ന നാടിന് വേണ്ടി പ്രയാസപ്പെടുന്ന സാധുക്കളാണ്, പരിപൂർണ മോചനം കൊടുക്കണേ അല്ലാ. 178ഓളം പള്ളികളാണ് ഫലസ്തീനിൽ തകർക്കപ്പെട്ടിട്ടുള്ളത്. തകർക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ വിനാരങ്ങളുടെ ചുവടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതായ സാധുക്കളെ കാണുന്നില്ലേ മുസ്ലിമേ? ഈ സമയത്തും അവർ നമസ്കാരം മുടക്കിയിട്ടില്ല. എവിടെയെങ്കിലും ബോംബ് വർഷിക്കുമ്പോൾ ഓടി വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടല്ല. അവരെപ്പോഴും പറയുകയാണ്, അല്ലാഹുവേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൽ നിന്നുള്ളതാണ് നമ്മൾ, അവരിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള മനോഹരമായ വാക്യം പറഞ്ഞിട്ട് തക്ബീറിൻ്റെതാകുന്ന മന്ത്രധ്വനിയുമായി തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ പോലും ആ മരണത്തോട് മല്ലടിക്കുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നതായ ഫലസ്തീന മക്കളുടെ ചിത്രം ഈ ഉമ്മത്ത് കണ്ടില്ലേ? ഒരു വഖത്ത് പോലും അവർ നമസ്കാരം ഒഴിക്കുന്നില്ല. ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാകുന്ന സാധുക്കളായ പട്ടിണി പാവങ്ങള് നമ്മൾ ആരെങ്കിലും ഈ അടുത്തിടെ പട്ടിണി കിടന്നിട്ടുണ്ടോ? 2 വർഷമായി ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളാണ്. ഉറങ്ങാതിരിക്കുന്ന സാധുക്കൾ അവസാനം ഖതീബിന്റെ നേതൃത്വത്തിൽ ജുമാ നടക്കുമ്പോ മനോഹരമാക്കപ്പെട്ട എയർ കണ്ടീഷനുള്ള പള്ളികൾ ഉണ്ടായിട്ട് പോലും നമസ്കരിക്കാത്തവരല്ലേ നമ്മളിൽ ഭൂരിഭാഗം. എന്നാൽ തകർക്കപ്പെട്ടതാകുന്ന പള്ളികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയൊരു തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നു. ചുട്ടുപഴുത്തതാകുന്ന മരുഭൂമിയിൽ നമസ്കരിക്കാൻ തയ്യാറാകുമ്പോ ഖതീബ് വെമ്പറിൽ കയറി നിന്നുകൊണ്ട് പറയുന്നതാകുന്ന വാക്യം ലോക മുസ്ലിമീങ്ങൾ കേട്ടില്ലേ? എനിക്കതാ സംസാരിക്കാൻ കഴിയുന്നില്ല, ഖുത്ബ നീട്ടാൻ പറ്റുന്നില്ല, വല്ലാതെ വിശപ്പിന്റെ വിളിയാളം എന്നിലുണ്ട്. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്. നമുക്ക് പ്രസംഗം നിർത്താൻ ഖുത്ബ ഞാൻ ചുരുക്കുന്നു. അഖിമിസ്സലാ അഖിമിസ്സലാ. ഇനി നമസ്കാരം തുടങ്ങാൻ പോയാണ്. എത്ര വലിയ ഖേദകരമാകുന്ന വാർത്തയാണ് കേൾക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഇമാമത്ത് നിർവഹിക്കാമെന്ന ഖതീബിന് ഖുത്ബ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. വിശപ്പിന്റെ വിളിയാളത്താൽ ഖുത്ബ ചുരുക്കുന്നു. വിശപ്പിന്റെ വിളിയാളത്താൽ സംസാരം ഒഴിവാക്കുന്നു. വേഗം തന്നെ നമസ്കരിക്കാൻ തയ്യാറാവുകയാണ്. ആ സമയത്ത് പോലും എന്റെ റബ്ബ് അള്ളയല്ലെന്നവര് പറഞ്ഞിട്ടില്ല. 5 വക്ത് നമസ്കാരങ്ങൾ നമ്മുടെ കൈകളിലേക്ക് പ്രവാചകൻ മിഅ്റാജിന്റെ രാവിലൂടെ ഉമ്മത്തിന് സമ്മാനമായി നൽകിയിട്ട് ആ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമില്ലേ? കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിമില്ലേ? ഈ കഴിഞ്ഞതാകുന്ന ഓണത്തിന്റെ കണക്ക് കേരളത്തിൽ മാത്രമുള്ളതാകുന്ന ജനങ്ങൾ കുടിച്ചു തീർത്തത് എത്രയാ? അല്ലാ അല്ലാ, 874 കോടിയുടെ മദ്യമാണ്. അഥവാ കഴിഞ്ഞതാകുന്ന ഓണത്തിന്റെ 5 ഇരട്ടി മദ്യമാണ് ഈ ഒരൊറ്റ വർഷം ബീവറേജിലൂടെ വിറ്റഴിഞ്ഞിട്ടുള്ളത്. എവിടെ ആരോഗ്യ വിദഗ്ധർ
എവിടെ? ഇവിടെ ഉലമാക്കളെ ചീത്ത വിളിച്ച ആളുകൾ എവിടെ? സൂംബ ഡാൻസ് സ്കൂളുകളിലേക്ക് കൊണ്ടുവരുമ്പോ ഈ സൂംബ ഡാൻസിലൂടെയൊന്നും കുട്ടികളിൽ ഒരിക്കലും ലഹരിയുടെ ഉപയോഗം കുറയില്ല എന്ന് പള്ളിയുടെ മെഹ്റാബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉലമാക്കൾ പ്രസംഗിക്കുമ്പോ ആലിമീങ്ങളെ ചീത്ത വിളിച്ചതാകുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാര്, ആലിമീങ്ങളെ ചീത്ത വിളിച്ചതാകുന്ന വ്യക്തികൾ ഇന്നെവിടെയാണുള്ളത്? ഈ സൂംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഇതിലൂടെ മക്കൾ പൈശാചിക തലത്തിലേക്ക് പോകുന്നതല്ലാതെ കള്ളിന്റെ ഒരു അറിവ് കുറവില്ലെന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ഓണത്തിന്റെ കണക്ക് മാത്രം കഴിഞ്ഞ കാല ഓണത്തെക്കാൾ 5 ഇരട്ടി കൂടുതലാണ് കുടിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ. നിന്നെ മറക്കാതെ നിന്നെ ഓർക്കുന്ന, ഒരു വഖത്ത് പോലെ നമസ്കാരം ശ്രദ്ധിക്കുന്ന, ഒരു വഖത്ത് പോലെ നമസ്കാരം പരിപൂർണമായി ശ്രദ്ധിക്കാത്തവരായി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ. കൃത്യമായി ശ്രദ്ധിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഇവിടെ ആമീൻ പറയുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഓൺലൈനിലൂടെ കേൾക്കുന്നതാകുന്ന ഖത്തറിലുള്ളവർ, യുഎഇയിലുള്ളവർ, ബഹ്റൈനിലുള്ളവർ, ഒമാനിലുള്ളവർ, സൗദിയിലുള്ളവരടക്കം സർവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിനാക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സോടുകൂടി വിനീതൻ താൽക്കാലികമായി നമ്മുടെ മഹലിനോടൊരു യാത്ര പറയുകയാണ്. കഴിഞ്ഞ 2 വർഷം അടുത്തു, ഏകദേശം 21 മാസങ്ങൾ കഴിഞ്ഞു. ഈ മാസം ഡിസംബർ ഏകദേശം തീരുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് 22 വർഷം പൂർത്തിയാകുകയാണ്. ഇൻഷാ അല്ലാഹ് മാറ്റം പോകുന്നത് തൊട്ടടുത്തുള്ള ഭീമാപ്പള്ളിയിലേക്ക് തന്നെയാണ്, തലസ്ഥാനത്തേക്ക്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ജുമായ്ക്ക് ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഞാനത് ഏത് രീതിയിൽ പറയണമെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം സ്ത്രീകളടക്കം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള റമദാനിലൊക്കെ വളരെ സജീവമായി നമ്മൾ ക്ലാസ്സുകൾ വെച്ചപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പങ്കെടുത്തിട്ടുള്ളതാകുന്ന നമ്മുടെ മഹല്ലും പരിസര മഹല്ലും ഉള്ള ഒരുപാട് മോമിനീങ്ങൾ, സുബഹിക്ക് ശേഷം വിനീതനോടൊപ്പം റുഹ ബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദര സഹോദരിമാർ, അവരടക്കം ഈ സദസ്സിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം നൽകിയ ഒരുപാട് ഉമ്മമാരുണ്ട്, സ്നേഹം പകർന്നു നൽകിയിട്ടുള്ളതാകുന്ന ഒരുപാട് സാധുക്കളാകുന്ന ഉമ്മനീകളുണ്ട്. അവരോടൊക്കെ ഒന്ന് പറയുകയും ദുആ ചെയ്യിപ്പിക്കുകയും അവരുടെയൊക്കെ അനുവാദത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് മാറുകയും ചെയ്യാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. 2 ആഴ്ച മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് കമ്മിറ്റിയോടൊന്ന് സൂചിപ്പിച്ചോ പെട്ടെന്നൊരു ഞെട്ടലാണ് അവർക്കുണ്ടായത്. ഒരിക്കലും അവർ പെട്ടെന്ന് സമ്മതിച്ചില്ല. പിന്നെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. ഏകദേശം 10 വർഷമായിട്ട് നിരന്തരമായി പല കമ്മിറ്റി മുഖേന മാറി മാറി വരുമ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭീമാപ്പള്ളി ജമാഅത്തുകാർ. അപ്പൊ 10 വർഷത്തോളമായി നിരന്തരമായി ബന്ധപ്പെടുന്നു. അതിനിടയ്ക്ക് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, ഉംറയ്ക്ക് പോയ സമയത്താണ് അവിടുന്ന് മാറുന്നത്. ഏകദേശം ധാരാളം ജമാഅത്തുകൾ അവിടെ ക്ഷണിക്കാൻ വേണ്ടി സമയത്ത് വരുമ്പോൾ ഇവരും വന്നു. അന്ന് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ കൊണ്ട് ഇവർ വരുമ്പോൾ അന്ന് ആലുവയിലെ ആലങ്ങാട് ജമാഅത്തിലെ കമ്മിറ്റിക്കാർ വന്ന് കണ്ട് അവർ സംസാരിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഇവർ വരുന്നത്. അങ്ങനെ ഏകദേശം 10-13ഓളം പള്ളികൾ വന്നിട്ട് ആ പ്രസിദ്ധമാക്കപ്പെട്ട പള്ളികളൊക്കെ താൽക്കാലികം ഒഴികു വെച്ചിട്ടാണ് അവസാനം നമ്മുടെ ആലങ്കോട് നമ്മുടെ ജമാഅത്തിന്റെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഞാൻ നെഞ്ചിലേറ്റിയ ഒരു മഹല്ലത്തിൽപ്പെട്ടതാണ്. എന്നും എന്റെ ഇടനെഞ്ചിലെപ്പോഴും ഈ മഹല്ലുണ്ടാകും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നിങ്ങളുടെ സ്നേഹ വായ്പകളും ഈ കരുതലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഭക്ഷണം നൽകിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരോടൊക്കെ എല്ലാവിധ സ്നേഹവും കടപ്പാടുകളും അറിയിക്കുന്നു. ഇമാമെന്ന നിലയിൽ അൽഹംദുലില്ലാ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം സുഹൃതങ്ങളുണ്ട്. മഹല്ലിന്റെ മുഴുവൻ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ജുമുഅ ഖുതുബകളിൽ വളരെ ശക്തമായ ഭാഷയിൽ, ചിലപ്പോൾ നമസ്കാരത്തിന്റെ വിഷയമായിരുന്നാലും ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ചില വിഷയങ്ങളിലൊക്കെ വളരെ കണിശമായ നിലയിൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പലപ്പോഴും പല ഉസ്താദുമാരും ഇത്രയേറെ കണിശതയിൽ പറഞ്ഞിട്ടില്ല എന്ന് ഇവിടെയുള്ള സാധുക്കളിൽ നിന്ന് തന്നെ അറിവുണ്ടായിട്ടുമുണ്ട്. അത്രയേറെ ചില രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാനസികമായി പൊരുത്തപ്പെടാത്തതുണ്ട് എങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പൊരുത്തപ്പെട്ടു തരണം. ഇതൊരു എളിയ ഖിദ്മത്തായി നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം. പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും, അല്ലാഹു ഇത് പരിഹരിച്ചു തരട്ടെ. അൽഹംദുലില്ലാ, കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ഇന്ന് ജുമായ്ക്ക് പറഞ്ഞതുപോലെ പല നല്ല പ്രവർത്തനങ്ങളും കമ്മിറ്റി പരിപാലക സമിതികളോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 വർഷത്തേക്കാണ് നമ്മൾ താൽക്കാലികമായിട്ട് അങ്ങോട്ട് നീങ്ങുന്നത്. അതനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഇനിയും ഇൻഷാ അല്ലാഹ് കാണുകയും ബന്ധപ്പെടുകയും ചെയ്യണം. നിങ്ങളൊക്കെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് ആ രീതിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇടയ്ക്ക് ദുബായ്ക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഭാഗവാക്കാകണം. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. മഹല്ലിന്റെ എന്ത് കാര്യത്തിലും
ഉയർച്ചയുടെ കാര്യത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വേണോ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണയ്ക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായ പങ്കാളിത്തം ഇൻഷാ അല്ലാഹ് വിനീതം വഹിക്കും. അതിനെല്ലാവിധ പിന്തുണയും മഹലിന് എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റമായി അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ ജുമായ്ക്ക് സൂചിപ്പിച്ച പോലെ സാധാരണ ഞാൻ ഈ ഒരു യാത്ര പറയലില്ല. മുമ്പൊന്ന് യാത്ര പറഞ്ഞതിന്റെ കേട് ഇന്നും തീർന്നിട്ടില്ല. ആലപ്പുഴയിൽ നമ്മുടെ ഷറഫുദ്ദീൻ സാഹിബൊക്കെ ഇവിടെ ഉണ്ട്, അമ്പലപ്പുഴയിലുള്ള സൗഹൃദ വലയത്തിലുള്ള ആളുകൾ. അവരോട് ചോദിച്ചറിയാം, മുമ്പ് ഞാൻ ആലപ്പുഴ ടൗണിൽ നിൽക്കുന്ന സമയം, പള്ളിയൊന്നും ഇപ്പോൾ പറയുന്നില്ല ലൈവായതുകൊണ്ട് തന്നെ, അന്ന് അവിടുന്ന് യാത്ര പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി നാട്ടുകാർ പൊങ്കാലയിട്ടിട്ട് അവസാനം പൂട്ടിയിട്ട് ഒരു രംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നാട്ടുകാരുടെ സ്നേഹം ഇതൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നിന്നാൽ പിന്നെ അങ്ങനെയാണ്, സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയങ്ങളാവും. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ടൊന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കരുനാഗപ്പള്ളി പോയിട്ട് ഞാൻ യാത്ര ഇറക്കി നിന്നിട്ടില്ല. അവിടുന്ന് ഒരു ഉംറയ്ക്ക് പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങ് നീങ്ങി. അതിന്റെ കടപ്പാട് ഇന്നും ന്യൂ ഇയറിന്റെ പ്രഭാഷണം എല്ലാ വർഷവും ഡിസംബർ 31 പ്രസംഗം വെച്ചുകൊണ്ട് ആ നാട്ടുകാരെ സന്തോഷിപ്പിക്കുകയാണ്. 10,000 ഒരുമിച്ച് കൂടുന്ന വലിയൊരു സദസ്സാണ്. ഈ വർഷത്തെ ഡിസംബർ 31 ബുധനാഴ്ചയാണ്. കഴിയുമെങ്കിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ ഭാഗമാക്കാകണം. കരുനാഗപ്പള്ളി ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കള്ളും ലഹരിയും ഒക്കെ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഒരു 100 പേരെ മാറ്റി നിർത്തി ചെറുപ്പക്കാരടക്കം ഇരുത്തി ഒരു 10 സലാത്ത് ഇല്ലിച്ചാൽ അതിന്റെ ഒരു പ്രതിഫലം കിട്ടുമെന്ന നിലയ്ക്കാണ് വർഷാവർഷം റൂഹി ബയാന്റെ നേതൃത്വത്തിൽ ആ പരിപാടിയോടെ സംഘടിപ്പിച്ചു പോരുന്നത്. അതിലൊക്കെ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ജമാഅത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രസിഡന്റ് അടക്കം അൽഹംദുലില്ലാഹ് അതിൽ ഭാഗമാക്കായിട്ടുണ്ട്. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി അടക്കം ഒരുപാട് ആളുകൾ, നമ്മുടെ ട്രഷറർ അടക്കം മഹല്ല് ജമാഅത്ത് അംഗങ്ങളോട് എല്ലാവരും കമ്മിറ്റി പരിപാലക സമിതി അംഗങ്ങളെ ഒന്നടങ്കം പ്രത്യേകമായി പ്രശംസിക്കുകയാണ്. കാരണം ഒരു മഹല്ലിന്റെ നേതൃത്വത്തിന് ഒരു ഇമാമ് വരുമ്പോൾ കൂട്ടായ പരിശ്രമം അതിനുണ്ടായിരുന്നു. വളരെ വളരെ സൗഹൃദപരമാകുന്ന പെരുമാറ്റം. ഏത് വിഷയങ്ങളും തീരുമാനമെടുക്കുമ്പോൾ കൂടിയാലോചന, ഒരു മുഷാവറ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ കാലഘട്ട സമയം കൊണ്ട് തന്നെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളത്. അള്ളാഹു ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു 2 കാര്യങ്ങൾ നമുക്ക് പെൻഡിങ്ങിലുണ്ട്. ഒന്ന് നമ്മുടെ കോംപ്ലക്സിൻ്റെതാകുന്ന മദ്രസ കോംപ്ലക്സ് പണിയുന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ വന്ന സമയത്ത് ഒരു പിരിവ് നമ്മൾ നടത്തി. ഒരുപാട് ആളുകൾ അതിലേക്ക് ഭാഗമാക്കായി ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു കേസ് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അത് റെഡിയാവും. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നടക്കും. അത് നടക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് ഓഫർ ചെയ്തിട്ടുള്ളവരൊക്കെ സഹായിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. മറ്റൊന്ന്, രണ്ടാമത്തെ നമ്മുടെ പള്ളിമുക്കിലുള്ളതാകുന്ന ദാറുൽ ഉലൂം മദ്രസയുടെ വിഷയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഇപ്പോൾ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ 15 ലക്ഷം രൂപയോളം ഇപ്പോൾ തന്നെ ചെലവഴിച്ച് ഷിബു സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ഇപ്പോൾ ഇട്ട് അങ്ങനെ ഒരു 15 ലക്ഷം 10 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെതാകുന്ന ഒരു കൂട്ടായ്മയിലൂടെ ഒക്കെ രൂപീകരിച്ചതാണ്. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒക്കെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയൊക്കെ അൽഹംദുലില്ലാഹ് വളരെ സഹകരണത്തിൽ അത് പോവാൻ. ഇനി ഒരു 15.5 ലക്ഷം കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അത് നമ്മളല്ലാതെ വേറൊരാളും ഇല്ല സഹായിക്കാൻ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗം ഇൻഷാ അല്ലാഹ് ഒന്ന് ഓടിച്ച് ചോദിക്കുന്നു, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു 50,000 വെച്ച് പറയാൻ പറ്റുന്ന മോമിനീകൾ ഉണ്ട്. ഈ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട ഉദാരത്ത് പൂക്കോയ തങ്ങളുടെ മുന്നിൽ വെച്ച് അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിന്റെ അളവുകോല് ഈ ഇരിക്കുന്ന ഒരാൾക്കും അറിയില്ല, നിങ്ങൾക്ക് മാത്രമാണ് അറിയുള്ളത്. കൊടുത്തിട്ടുണ്ട് സാർ ഞങ്ങൾ അവിടെ, അതൊന്നും എന്നോട് പറയരുത്. എല്ലാവരും കൊടുക്കുന്നവരാണ്, നിങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നവരാണ്. അവസാനം നിങ്ങളുടെ കൈവശം ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് അതനുസരിച്ച് കൊണ്ട് ഉന്നതമായ സ്ഥാനമാനങ്ങൾ അള്ളാഹു തരും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ദീനിന് വേണ്ടി അങ്ങനെ സ്വർഗം വാങ്ങിയെടുത്തതാകുന്ന മഹത്തുക്കളാണ് സ്വഹാബത്ത്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ. ഈ കൊടുക്കുന്നതോടുകൂടി ഒരിക്കലും നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല. ഒരു പൈസ കൊടുത്താൽ 10 തിരിച്ചു കിട്ടുക. 1 രൂപ കൊടുത്തവര് 10 ഇരട്ടി തിരിച്ചു കിട്ടും. അള്ളാഹു ഖുർആനിലൂടെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ കൊടുക്കുന്നവർ ആരാണ്? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആരോ ഒന്ന് തുടങ്ങി വെച്ച് ഇൻഷാ അല്ലാഹ് 50,000 പറ്റുന്ന മോമിൻ അള്ളാഹു കബൂലാക്കട്ടെ. പുറകോട്ട് നോക്കണ്ട, അവനവൻ സ്വന്തം നോക്കിയാൽ മതി. പുറകോട്ട് നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നല്ല നിയ്യത്തിൽ പറഞ്ഞ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരു സലാത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും സല്ലല്ലാഹു അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽ അയൂനി ഫർണിച്ചർ അപ്പാർട്ട്മെന്റ് സൗദി, മാഷാ അല്ലാഹ് 50,000 രൂപ. ഖുലൂ തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.
അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഉണ്ടല്ലോ ഈ സദസ്സിൽ നല്ല നിയ്യത്തിൽ പറയുന്നവർ, ഇൻഷാ അല്ലാഹ് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉസ്താദിനെ ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന മോമിൻ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് എഴുതാനും മുത്താലിങ്ങൾ ആരെങ്കിലും ഒന്ന് അടുക്കൂടെ ഒന്ന് പോയിക്കോ. ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പറയട്ടെ. നിങ്ങൾക്ക് ഈ സദസ്സിൽ ഇരിക്കുന്ന ആകെ ആളുകൾ, കൊടുക്കാൻ താല്പര്യമുള്ളവരും കൊടുക്കുന്നതാകുന്ന അഹ്ലുകാരെയൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ അവരുടെ പരിസരത്തൂടെ ഒന്ന് പോയാൽ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വളരെ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ള, ഏറ്റവും കൊടുക്കാൻ ഇപ്പോൾ യോജിച്ചതാകുന്ന ഒരു സ്ഥലമാണ് ദാറുൽ ഉലൂം മദ്രസ. നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ തന്നെയാണ് HSIക്കാവിന് കൊടുത്തത്, നിങ്ങൾ തന്നെയാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നത്, നിങ്ങൾ തന്നെയാണ് മദ്രസയ്ക്ക് കൊടുക്കുന്നത്, നിങ്ങൾ തന്നെയാണ് സോളാറിന് കൊടുത്തത്. ഒക്കെ ശരി തന്നെയാണ്. നമ്മൾ തന്നെ വേണം ഈ കാര്യം പരിഹരിക്കാൻ. വേറൊരു പുറം മഹലിൽ പോയി ഇന്ന് വരെ നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടി കൈനീട്ടിയ ചരിത്രം ആലങ്കോട് ജമാഅത്തിനില്ല. അള്ളാഹു ആ രീതിയിൽ വിനായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് നമ്മുടെ പള്ളിക്ക് വേണ്ടിയും വേണ്ട, നമുക്ക് വേണ്ടിയും വേണ്ട. വേറൊരുത്തന്റെ മുന്നിൽ പോയിട്ട് ഒരു 5000 രൂപ ഞാൻ നാളെ തരാമെന്ന് പറയുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയതാകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശനം ആരാ ഇൻഷാ അല്ലാഹ് നടത്തുക. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ല നിയ്യത്തിൽ പറയുന്ന മോമിനാരെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ് ഒരു സഹോദരി ഫൗസിയ ബീവി 25,000 ഖുലൂ തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. ഒരു സ്വലാത്ത് സാബ സാബിതുറ മീന സുറായില സറാ സാനിയം സാലിസൻ ബൽ സാനിയൽ അംസാലി ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നസീബാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. ഏതെല്ലാം ലക്ഷ്യങ്ങൾ നീ നിറവേറ്റാനുണ്ടോ ആ സഹോദരിയുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഫൗസിയ ബീവിയുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയവും നീ നസീബാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മനസ്സിൽ ഏതെല്ലാം മുറാദുകളുണ്ട് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയുണ്ടല്ലോ ഈ മജ്ലിസ്. നല്ല നിയ്യത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. 15.5 ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടത്. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ കൊടുക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്നൊന്നാണിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നടുക്കൂടെ ഒന്ന് പോയാൽ നല്ലതായിരിക്കും. നടുക്കൂടെ ഇങ്ങനെ നടന്നോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ. ഇദാ കാന ബിനു ആദമ ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമി ദുനിയാ വ അവ്വലി യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ കാന ആഖിറു യൗമിൻ മിൻ അയ്യാമി ദുനിയാ വ അവ്വലു യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. ഈ ദുനിയാവിൽ നിന്ന് അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ ആഖിറത്തിലെ ഒന്നാമത്തെ ദിവസവും വന്നു ചേർന്നാൽ മുസ്സില ഇലൈഹി മാലുഹു വവലദുഹു വഅമലുഹു. ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ മരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കിടക്കുന്ന ആ കിടപ്പറം ഒന്ന് ആലോചിക്കും, നിങ്ങളുടെ കട്ടിലൊന്ന് ആലോചിക്കും. അവിടെ നിങ്ങളങ്ങനെ മരിക്കാൻ കിടക്കാൻ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് അവസാനത്തെ സമയം, പരലോകത്തേക്കുള്ളതാകുന്ന തുടക്ക സമയം. മരിക്കാൻ വേണ്ടി കിടക്കാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു 3 വസ്തുക്കളെ കൊണ്ടുവന്ന് കാണിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മുസ്സില ലഹു മാലുഹു. ഒന്നാമതായി അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ ദുന്യാവിൽ അവൻ ഒരുമിച്ച് കൂട്ടിയതായ സമ്പാദ്യമാണ്.
പ്രവാസ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിയതാകുന്ന ഗ്രോസറികൾ, ബക്കാലകൾ, ഈ ദുനിയാവിൽ നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന റിയൽ എസ്റ്റേറ്റുകൾ, നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന കച്ചവട സ്ഥാപനങ്ങൾ, നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന സർവ്വ സമ്പാദ്യങ്ങൾ, ഏതെല്ലാം നാണയങ്ങളുണ്ടോ, സ്വർണമുണ്ടോ, വെള്ളിയുണ്ടോ, ഏതെല്ലാം രത്നങ്ങളുണ്ടോ, അതെല്ലാം നിന്റെ മുന്നിലേക്ക് കാണിക്കുകയാണ്. ആഡംബര വാഹനങ്ങൾ മുന്നിലേക്ക് കാണിക്കുമത്രേ. മുസ്സിലലഹോ മാലോഹോ, സമ്പത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ മുന്നിൽ കാണിക്കും. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇവൻ തന്നെ അങ്ങോട്ട് പറയും, ഇതാ നിർത്ത, ഒറ്റ വാക്കോളൂ. ഇവൻ തന്നെ അങ്ങോട്ട് ചോദിക്കാൻ, ഇന്നി കുന്തു അലൈക്കും ഹരീസാ വലകും ഷഫീഖാ, ഞാൻ നിങ്ങളോട് വല്ലാത്ത ആർത്തിയുള്ളവനായിരുന്നു. അത്യാർത്തിയോടുകൂടി ഞാനാണ് നിന്നെ സ്വരൂപിച്ചു കൂട്ടിയത്. ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യങ്ങളോട് മരണം മുന്നിൽ കണ്ടു കിടക്കുന്നതായ സഹോദരൻ സഹോദരി വിളിച്ചു പറയുകയാണ്, ഇന്നി കുന്തു അലൈക ഹരീസാ, അല്ലയോ സമ്പത്തെ, അല്ലയോ ഗ്രോസറി, അല്ലയോ ബഖാലേ, അല്ലയോ റിയൽ എസ്റ്റേറ്റുകളെ, അല്ലയോ ആഡംബര വാഹനങ്ങളെ, അല്ലയോ സമ്പാദ്യമേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. 60-70 വയസ്സ് വരെ ഈ ദുനിയാവിൽ എന്റെ ജീവിതത്തെ മാറ്റിവെച്ചത് നിന്നെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലയളവ് മുഴുവനും ഞാൻ യുവയിൽ കടന്ന് കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. ഫമാലീ മിൻ ഇൻദികും, നിങ്ങൾ എന്താണ് എനിക്ക് ഈ സമയത്ത് നൽകുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. മരണാസന്നനായ വ്യക്തി ചോദിക്കുമേ. ഈ സമയത്ത് അവന്റെ കൺമുന്നിൽ നിൽക്കുന്നതായ എല്ലാ ബിസിനസ് സംരംഭങ്ങളും അവനോട് പറയുകയാണ്, ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതൊന്ന് മാത്രമാണ്, കഫനുകാ, നിനക്കുള്ള കഫൻ തുണി മാത്രമാണ്. വേറെ ഒന്നും ഞങ്ങൾക്ക് തരാനില്ല. വർഷങ്ങളായി ഇവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം കൺമുന്നിൽ കാണുകയാണ് മരണിക്കുന്നതിന് മുമ്പ്. നാളെ നമ്മുടെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും. പക്ഷേ 1 രൂപ നമുക്ക് സഹായകമായി വരില്ല. പൈസ എല്ലാം വിളിച്ചു പറയും, ആചാര്യ നിങ്ങൾക്ക് നല്ലപോലെയുള്ള കഫൻ തുണി, നല്ല 3 തുണി കഫൻ തുണി നമ്മൾ തന്നേക്കാം, വേറൊന്നും തരാനില്ല. ഒരുമിച്ച് കൂട്ടിയ വാഹനങ്ങൾ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വില കൂടിയ വാഹനങ്ങളിലാണ്, വില കൂടിയതാകുന്ന വസ്തുക്കൾ നമ്മുടെ കൈവശമുണ്ട്, വലിയതാകുന്ന ആഡംബര സുന്ദരമാകുന്ന വീടുണ്ട്, ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഇതൊക്കെ മുന്നിൽ വന്നിട്ട് വിളിച്ചു പറയും, ആചാര്യ നിങ്ങൾക്ക് ആകെ തരാനുള്ളത് 3 തുണി കഫൻ തുണി മാത്രമാണ്, വേറെ ഒന്നും തരാനില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്തെങ്കിലും ദീനിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ സഹോദരങ്ങളെ. നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു, ലക്ഷങ്ങൾ ചെലവഴിച്ചു, കോടികൾ ചെലവഴിച്ചു, വലിയ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി, വലിയതാകുന്ന അമ്പരചുംബികളായ വീട് വെച്ചു, മക്കളെ കോടികൾ കൊടുത്ത് കെട്ടിച്ചു വിടുന്നു. ഇതൊന്നും യാതൊരു ഫായിദയില്ല, ഇതിലൊന്നും കാര്യമില്ല. ഫായിദയുള്ളത് നാളെ മഹ്ശറയിൽ, യാ അല്ലാഹ് എന്തെങ്കിലും ദീനിന് വേണ്ടി കൊടുത്തതുണ്ടെങ്കിൽ, സാധുക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ, പള്ളിക്ക് സഹായിച്ചോ, മദർക്ക് സഹായിച്ചോ, എന്തെങ്കിലും കല്ല് കൊടുത്തോ, എംസാൻഡ് കൊടുത്തോ, ടൈൽസിന് സഹായിച്ചോ, എന്തെങ്കിലും നിങ്ങൾ കൊടുത്താൽ യാ അല്ലാഹ് അത് മാത്രമേ രക്ഷപ്പെടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പുതിയ റാഹത്തായിട്ട് കയ്യിലോട്ട് വരാൻ പോകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി ഇത് പാക്ക് ചെയ്യാനൊക്കെ ഇന്ന് ഉച്ച മുതലേ റെഡിയായിട്ട് നിൽക്കുന്ന സാധുക്കളായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇത് പാചകം ചെയ്തവർക്കും വിതരണം ചെയ്യുന്നവർക്കും അത് എത്തിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ എല്ലാവരും ആ ഒഴിവുള്ള കസേരയിലൊക്കെ ഒന്ന് കയറിയിരുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അറേബ്യൻ നാസർ മാഷാ അല്ലാഹ്, നമ്മുടെ അറേബ്യൻ ജ്വല്ലറി 25,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. വേഗം കൊടുത്തോളെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. ദീനിനു വേണ്ടി ചെയ്തിട്ടുള്ള മുഴുവൻ സദഖകളും നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ, ഭാര്യ, സന്താനങ്ങളെ, മരുമക്കളെ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ബിസിനസ്സിൽ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
നിസാം KMB മാഷാ അല്ലാഹ് 10,000 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ദറജ ഉയർത്തണേ അല്ലാ, ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഇവരൊക്കെ ദീനിനു വേണ്ടി സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. നീ ഖൈറായത് പകരം കൊടുക്കണേ അല്ലാ. ഒരിക്കലും നീ അവരുടെ സമ്പത്തിൽ കുറവ് വരുത്തരുതേ റബ്ബേ. ദീന സായികളായിട്ടുള്ള മുഅ്മിനീങ്ങളാണ്. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ജീവിതാന്ത്യം സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. യൂസുഫ് പള്ളിമുക്ക് 25,000 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനിയുണ്ട് 25,000 ഒക്കെ പറ്റുന്ന കൊള്ള. ആലങ്കോടിനെ സംബന്ധിച്ച് വല്ല വിഷയമല്ല. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ഇവിടെ വന്ന അന്ന് മുതൽ 2 വർഷമായി മട്ടനല്ലാതെ കഴിച്ചിട്ടില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് ലൈവിൽ കൂടെ പോയിക്കോട്ടെ. ഇങ്ങനെ ഒരു നാട് ദുനിയാവി വേറെ കണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതല്ലേ വിയർക്കുന്നാണ്ടില്ലേ, മട്ടൻ കഴിച്ചു കഴിച്ച് നമ്മളും വിയർക്കാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇപ്പൊ അല്പം മുമ്പും കഴിച്ചിട്ട് വന്നാ മട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? എന്നും ഇതാവക്കാത്തി ഓതും. അത് ചെറുപ്പം പോലെ നിലനിർത്തുന്നതിന് അതിന്റെ ഗുണമാണെന്ന് അറിഞ്ഞില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇനി കണ്ടറിയണം മട്ടനിൽ നിന്ന് മത്തിയിലേക്കാണോ പോകുന്നതെന്നൊരു ഡൗട്ടുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അല്ലാഹു നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, അബദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിലനിർത്തണേ അല്ലാ. 25,000 രൂപ സദഖ പറഞ്ഞ സഹോദരന്റെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാ. നസീർ MES 10,000. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാക്കണേ അല്ലാ. ഏതെല്ലാം നിയ്യത്തുകളുണ്ടോ സാധൂകരിക്കണേ അല്ലാ. പള്ളിമുക്കിലെ നമ്മുടെ സ്റ്റാർ ഗ്രൂപ്പ് 10,700 അല്ലെ, അവരൊരുപാട് സഹായിച്ചിട്ടുള്ള അല്ലെ. 10 ലക്ഷം രൂപയോളം ഈ സ്റ്റാർ ഗ്രൂപ്പിലെ അഹ്ലുകാർ അവരാണ് കൊടുത്തത്. അങ്ങനെയാണ് അതിന്റെ പണി ഇവിടം വരെ എത്തിയിട്ടുള്ളത്. മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞ് പൊതി കയ്യിൽ നിന്ന് വിടുകയും വേണ്ട, ആമീൻ നല്ലപോലെ പറയണം. അല്ലാഹുവെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ആ സ്റ്റാർ ഗ്രൂപ്പിലുള്ളതാകുന്ന മുഴുവൻ പ്രവർത്തകരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഈ പറഞ്ഞിട്ടുള്ള സദഖയും നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാക്കണേ അല്ലാ. അസയ്യിദ് ഉദാരത്ത് പോക്കോയ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, അവരോടൊപ്പം സ്വർഗത്തിലേക്ക് ചേരാൻ ഈ സദഖ നിദാനമാക്കണേ അല്ലാ. സ്വീകരിക്കട്ടെ. ആദിൽ മുഹമ്മദ് താഹ 5,000 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. വിദേശത്ത് ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ റൂഹെ ബയാനിൽ സ്വലാത്ത് ഗ്രൂപ്പിൽ ചേരാത്ത സഹോദരിമാരുണ്ടെങ്കിൽ അവിടെ അഡ്മിന്മാർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബുക്ക് തരും. അതിൽ ഇൻഷാ അല്ലാഹ് പേരും ഫോൺ നമ്പറും എഴുതാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. ഷാജി പള്ളിമുക്ക് 5,000 അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഇസ്മായിൽ പള്ളിമുക്ക് 5,000. 2 പേരുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. നസീർ 25 പാക്കറ്റ് സിമെന്റ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. അങ്ങനെയൊക്കെ പറ്റുന്നവരുണ്ട് കേട്ടോ. നമുക്ക് സിമെന്റ് വേണം. എത്ര സിമെന്റ് വേണം? എത്ര പാക്കറ്റ് വേണം? 150 പാക്കറ്റ് സിമെന്റ് വേണം. ഈ സദസ്സിൽ നിന്ന് 25 പാക്കറ്റ് 10 പാക്കറ്റ് ഒക്കെ പറ്റുന്നവർ അങ്ങനെ ഇൻഷാ അല്ലാഹ് പണി നടക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങൾ തന്നെ സിമെന്റ് എടുത്തിട്ട് റാഹത്തായിട്ട് കൊണ്ട് കൊടുത്തോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ കൺമുന്നിൽ ഒരു മദ്രസയാണെന്ന് ഓർത്തണം. അൽഹംദുലില്ലാഹ്. മദ്രസ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബൈലാ
ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈലാവിയിൽ അൻവാറു തൻസീൽ വ അസ്റാർ തഅവീൽ എന്നാണ് തഫ്സീർ ബൈലാവിയുടെ ഒറിജിനൽ നെയിം. അറബി കോളേജുകളിൽ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഉസ്താദുമാർ പോകുമ്പോൾ അവിടെ ഓതി കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഈ തഫ്സീർ ബൈലാവി. അതിൽ ബഹുമാനപ്പെട്ടതാകുന്ന ബൈലാവി ഇമാം റളിയല്ലാഹു അൻഹു ഫാത്തിഹയെ വിശദീകരിച്ചിട്ട് അതിന്റെ ലാസ്റ്റ് കൊണ്ടുവന്ന് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠത വിവരിക്കുന്നതായി 1-2 ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റുള്ള ഹദീസാണിത്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. നരകം നിർബന്ധമാക്കപ്പെട്ട ഒരു വിഭാഗം കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നരകത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് സബാനിയാക്കളാകുന്ന മലക്കുകൾ നിർത്തി ഇപ്പൊ വലിച്ചെറിയും. അങ്ങനെ നിർത്തുമ്പോ മദ്രസയിൽ നിന്നുകൊണ്ട് മക്കൾ ഫാത്തിഹ സൂറത്ത് ഓതുകയാണ്. അല്ലാഹു ആ ഓത്ത് കേൾക്കും. മദ്രസയിലെ കുട്ടികളുടെ ഫാത്തിഹ കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വർഷത്തെ അദാബ് ശിക്ഷ അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടി അല്ലാഹു ഓർഡർ ഇടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസാണ്, ഞാൻ പറഞ്ഞതല്ല. അതാ ഞാൻ പറഞ്ഞത്, കിതാബ് ഉദ്ധരിച്ച് തന്നെ പറഞ്ഞതാണ്, വെറുതെ പറയല്ല, ഹദീസാണ്. മദ്രസ കുട്ടികളുടെ ഫാത്തിഹ നമ്മളൊക്കെ നിസാരവൽക്കരിക്കുന്നതാണ്. എന്താ ഇപ്പൊ കുട്ടികൾ, അവരൊന്നും വലിയ കാര്യമില്ല എന്നിരുന്നു. പക്ഷെ അതിലാണ് ഗുണമുണ്ടെന്ന് പറയാണ്. കുത്താബ് എന്ന് പറഞ്ഞ മദ്രസ, അവിടെ കിതാബ് എന്നാണ് സാധാരണ വായിക്കുക. എന്റെ ഉസ്താദ് മന്നപ്പറ്റ അംസ ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു അവിടെ കുത്താബ് എന്ന് വായിക്കണം. മദ്രസ എന്നാണ് അവിടെ അർത്ഥം. ഉസ്താദ് വെച്ച അങ്ങനെയാണ് അർത്ഥം. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. നമ്മൾ കിതാബിൽ കിടക്ക് നോക്കിയിട്ട് വായിക്കല്ല വേണ്ടത്. ഉസ്താദുമാർ എങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് തരുന്നു, അതാണ് ദീൻ. അവരിൽ നിന്ന് പഠിക്കണം ദീൻ. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. പേര് പറയാത്തൊരു സഹോദരി 10,000 രൂപ അൽഹംദുലില്ലാ നമ്മുടെ മോദിൻ ഉസ്താദ് സുധീർ സാഹിബിന്റെ അടുത്താ പറഞ്ഞു. നിങ്ങളൊന്നും കൂടെ ഒന്ന് കറങ്ങിക്കോളെ. അപ്പൊ ഇനിയും പറയും. നമ്പർ തന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ല ചുണയുള്ള മോദിനാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. അപ്പൊ രണ്ടുപേരും കൂടെ ആയിട്ട് വരും. അങ്ങനെ കൊടുക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, 10,000 രൂപ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. നേരത്തെ നമുക്ക് സ്വാഗതം, നമ്മുടെ ആശംസാ പ്രസംഗം നടത്തിയ നമ്മുടെ ഷൗക്കത്ത് അലി സാഹിബ് വൈസ് പ്രസിഡന്റ് 5,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ ജുമയ്ക്കും എന്റെ ഇടത്തെ സൈഡിൽ എപ്പോഴും ഒരു വക്കത്തിൽ ഫ്രണ്ടിലുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും. കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പായസ വിതരണം ഉച്ചയ്ക്ക് നടത്തിയപ്പോൾ അതിൽ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത എന്ന് പറഞ്ഞാൽ സ്നേഹത്താൽ എതിർത്ത വ്യക്തികളിൽ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, സാധാ അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ സ്നേഹത്തോടുകൂടി പറഞ്ഞു വിടുക. ഞാൻ പറയാം, അത് കരുതേണ്ട, ഉദാരത്വ പൂക്കയത്തങ്ങളുടെ നീയത്തിൽ എന്ന് മതി. അദ്ദേഹത്തോട് റസൂൽ ഷാഹിബും ഒക്കെ സ്നേഹത്തിൽ അങ്ങനെ പറഞ്ഞ അള്ളാഹു അവരൊക്കെ ബർക്കത്തിന്റെ അഹ്ലുകാർ ഉൾപ്പെടുത്തുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നീയത്തുകളും അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഈ സദഖ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 25 പാക്കറ്റാണ് നസീർ സാഹിബ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇസ്മായിൽ പള്ളിമുക്ക് 5,000 അള്ളാഹു സ്വീകരിക്കട്ടെ. പേര് പറയാത്തൊരു സഹോദരി 10,000 രൂപ കാവുനട അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. റിജാൽ മുഹമ്മദ് 5,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. MAK താഹ 10,000 രൂപ. ആവശ്യമുള്ള അനുസരിച്ച് മാഷാ അല്ലാ എപ്പോഴെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്വതക്കകളും അള്ളാഹു കബൂലാക്കട്ടെ. പല കാര്യങ്ങൾക്ക് വേണ്ടി സ്വതക്ക ഓഫർ പറഞ്ഞിട്ടുള്ളവരാണ്, ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു സിഹത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. റഫീഖ് റുഖൈ മംസിൽ അല്ലെ 10,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കൊടുക്കുന്നവർ ഇൻഷാ അല്ലാ 5,000 ആകട്ടെ, 10,000 ആകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ കൊടുക്കുന്ന ഈ സ്വതക്ക എത്ര ചെറുതായാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. മദ്രസയിലെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് ഇപ്പോൾ പ്രയാസമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായിട്ടും വെച്ചിരിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ആ കുട്ടികൾക്ക് നമ്മളൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്താൽ വല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഖൈറാണ്. കാരണം ഖുർആൻ പഠിക്കാനുള്ളതാകുന്ന ഒരു ഗേഹം കൊടുക്കാൻ. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ നിങ്ങൾക്കറിയാം. വഖഫ് വേ യൂസർ എടുത്ത് കളഞ്ഞിരിക്കാൻ കേരളത്തിലേതാകുന്ന ഏകദേശം 1.5 ലക്ഷം ദർഗകളും 1,20,000-ഓളം പള്ളികളും ഒക്കെ ഈ ഒരൊറ്റ നിയമത്താൽ തന്നെ നഷ്ടപ്പെടാൻ പോവാൻ. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടമിടറിക്കൊണ്ട് ദുആ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് വസിക്കുന്നത്. ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന നമ്മൾ ഇപ്പോഴും മനസ്സിന്റെ അകത്തലങ്ങളിട്ട് നീറുകയാണ്. അതേപോലെ ഇനി 1.5 ലക്ഷത്തോളം വരുന്ന ദർഗകളും മക്ബറുകളും പള്ളികളും ഒക്കെ ഇല്ലാതാകും
ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ മാനസികമായി എത്രയേറെ തകർച്ചയിലായിരിക്കും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ എത്തിപ്പെടുക. അതുകൊണ്ട് നമ്മളൊക്കെ വളരെയേറെ ദുആ ചെയ്ത് നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് അതിൻ്റെതാകുന്ന നിയമ നടപടികൾ കാര്യങ്ങളൊക്കെ കൃത്യമായി ഗൗരവത്തോടുകൂടി രേഖകളൊക്കെ കറക്റ്റാക്കി വെക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മഹല്ലിന്റെ ഐക്യം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഐക്യം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നല്ലവരായ ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്, റൂഹി ബയാൻ കുടുംബത്തിലുള്ള ധാരാളം സഹോദരിമാർ നിരന്തരം സുബഹിക്ക് ശേഷം വിനീതനോടൊപ്പം പരിശുദ്ധമായ വിറുദുൽ ലത്തീഫും അസ്മാഉൽ ഹുസ്നയും ലാ ഹൗലയും യാസീനും ഒക്കെ ഓതി ദുആ ചെയ്യുന്ന ധാരാളം ഉമ്മമാരുണ്ട്. അള്ളാഹുരൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പള്ളിക്കും മദ്രസയ്ക്കും ദീനീ സ്ഥാപനങ്ങൾക്കും ഒക്കെ ചോദിക്കാതെ തന്നെ മനസ്സുരുകി തരുന്നതാകുന്ന ധാരാളം സഹോദരിമാർ അള്ളാഹുർക്കൊക്കെ ഖൈർ പ്രദാനം ചൊരിയട്ടെ. ഇന്ന് ഈ സദസ്സിലേക്ക് വന്നിരുന്ന അമ്പലപ്പുഴയിലുള്ള ഷറഫുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിന്റെ കുടുംബം, ഖദീജ അടക്കമുള്ള മുഴുവൻ കുടുംബാദികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സ്നേഹനിധികളാകുന്ന ആലങ്കോട് നിവാസികളാകുന്ന സഹോദരങ്ങൾ, കമ്മിറ്റിയിൽപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ, ഒരു മഹല്ല് ഐക്യത്തിൽ പോകണമെങ്കിൽ കൂടെയുള്ളവരെപ്പോഴും വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി നിൽക്കണം, കാലുവാരാതെ. അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പണിത് ഇങ്ങോട്ട് പണിത് അങ്ങനത്തെ ഒരു ഇതുമില്ല. വളരെ ഐക്യത്തിലാണ് അൽഹംദുലില്ലാഹ് നിഹാൽ ഉസ്താദും ഹുസൈൻ ഉസ്താദും അബ്ദുള്ള അലൈം ഉസ്താദ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവരാണ്. അതുപോലെ നമ്മുടെ സുധീർ ഉസ്താദ്, മോദിൻ ഉസ്താദ് അടക്കമുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെ ഐക്യത്തിലും സ്നേഹത്തിലുമാണ്. അതൊരു മഹല്ലിന്റെ ഒത്തൊരുമയ്ക്കും കൂട്ടായ്മയ്ക്കും ഉയർച്ചയ്ക്കും വലിയ നിദാനമാണ്. അൽഹംദുലില്ലാഹ് അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ധാരാളം വർഷം ഇവരുടെ സേവനങ്ങൾ അള്ളാഹു നമ്മുടെ മഹല്ലിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹിഫ്ളിന്റെ വിദ്യാർത്ഥികൾ 2 കുട്ടികൾക്ക് ഇന്ന് ആദരവ് നൽകി, അള്ളാഹു ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരടക്കം ഇവിടെ പഠിച്ചിറങ്ങിയ നമ്മുടെ മക്കളുണ്ട്, ധാരാളം മക്കളെ ഹിഫ്ള് കഴിഞ്ഞിറങ്ങി. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കോളേജ്, നമ്മുടെ സ്ത്രീകളുടെ വിദ്യാർത്ഥിനികളുടെ കോളേജ്. ഈ വർഷം നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ മക്കൾ 2 പേരാണ് അൽഹംദുലില്ലാഹ് 1ഉം 6ഉം റാങ്കുകൾ പങ്കിട്ടെടുത്തത്. അവരെ നമ്മൾ ആദരിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ വിശാലമാക്കപ്പെട്ട സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ വെച്ച് പ്രത്യേകമായി മഹല്ലിലുള്ളതാകുന്ന അംഗങ്ങളോട് ഉണർത്തുന്നു, ആ സ്ഥാപനത്തെ ആലമുൽ ഉലൂം എന്നറിയപ്പെടുന്നതാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന വിദ്യാർത്ഥിനികൾക്കുള്ളതാകുന്ന സ്ഥാപനത്തെ നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. പലപ്പോഴും മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിൽപ്പെട്ട പല ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചൈനയിലേക്കും അമേരിക്കയിലേക്കും UK-യിലേക്കും ഒക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ കാൽച്ചുവട്ടിൽ മനോഹരമാക്കപ്പെട്ട ആത്മീയമാക്കപ്പെട്ട തണലിൽ നിലകൊള്ളുന്ന നല്ല ഒരു ദീനീ സ്ഥാപനം നമ്മുടെ പെൺമക്കൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധം മറച്ചു വെച്ചിട്ടാകരുത്. അതുകൊണ്ട് എല്ലാവരും ആ സ്ഥാപനത്തെ ഗൗരവമായി കാണുക. നേരത്തെ ഇവിടെ നമ്മൾ ജാബിർ സാഹിബിനെ അനുമോദിക്കേണ്ട ആളുകൾ തന്നെയാണ്. കാരണം അതിന്റെ കൺവീനറായി വളരെ നിസ്സീമമായി സേവനം ചെയ്ത ആളുകളാണ്. പള്ളിയുടേതാകുന്ന ഉന്നമനത്തിന് വേണ്ടി രാപകൽ അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. ഷാക്കിർ സാഹിബിനെ പോലെയുള്ളതാകുന്ന ആളുകൾ സാമ്പത്തികമായി സഹായിച്ചു. മൈക്കിന്റെ വിഷയത്തിലും അല്ലാതെയും ഒക്കെ ഏത് വിഷയത്തിലും സഹായകമായി നിലകൊണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, സൗഹൃദ വലയങ്ങളിലുള്ള ക്ലാസിക് ഷിബു അടക്കമുള്ള ഒരുപാട് ആളുകൾ, ഭക്ഷണം നൽകി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ. ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒഴിവുണ്ടെങ്കിൽ സെക്രട്ടറി ഒന്നും വേണ്ടൂല, മൂപ്പറുടെ വക വീട്ടിൽ നിന്ന് ഫുഡാണ്. ആ രീതിക്ക് അദ്ദേഹത്തിന്റെ കുടുംബം വളരെയേറെ കരുതലോടുകൂടി ആ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ വലിപ്പിച്ചതാകുന്ന ആളുകൾ, പ്രസിഡന്റ് അടക്കം മഹല്ലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അരാപകൽ അധ്വാനിച്ച മഹല്ലിലെ ഓരോ ജമാഅത്ത് അംഗങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുൻ കഴിഞ്ഞു പോയ പരിപാലക സമിതികൾ, ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് ആദ്യം തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരം കൊടുക്കുന്നത് പഴയ നമ്മുടെ പ്രസിഡന്റ് നിജാസിനാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ്, നിജാസ് സാഹിബ് ഇങ്ങനെ ഇവിടുന്ന് ക്ഷണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം, ഉസ്താദ് വരണം, വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് വലിയ സ്നേഹം പകർന്ന നിജാസ് അടക്കമുള്ള മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിപാലക സമിതികൾ. കാരണം അദ്ദേഹമായിട്ട് ഒരു പരിചയം ഉണ്ടായത് മുമ്പ് ഇവിടെ പ്രസംഗത്തിന് വന്നിട്ടുള്ള ഒരു ബന്ധമാണ്. അന്ന് എന്റെ മൊബൈലിൽ സേവ് ചെയ്യപ്പെട്ടതാകുന്ന ആലങ്കോട് നിവാസിയാകുന്ന ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറാണ്. രണ്ടാമത് ഞാൻ പങ്കുവെച്ചതാണ് നമ്മുടെ ക്ലാസിക്കൽ ഷിബു സാഹിബ്. അവരടക്കം വലിയ സന്തോഷത്തോടുകൂടി വരവേൽക്കേണ്ടായി. ആ സ്നേഹബന്ധം ഇന്നും എന്നും എക്കാലഘട്ടത്തിലും നിലനിൽക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ പരിപാലക സമിതി അംഗങ്ങളോട്, മഹല്ല് നിവാസികളോട്, എല്ലാവരോടും വലിയ സ്നേഹമാണ്. എന്റെ നെഞ്ചിൽ എപ്പോഴും നിങ്ങൾക്കൊരു ഇടമുണ്ടാകും. നിങ്ങളും അതേപോലെ ആ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരൊറ്റ അപേക്ഷ മാത്രമാണ് വെക്കുന്നത്. എപ്പോഴും ദുആ ചെയ്യുക, എപ്പോഴും ദുആ ഉണ്ടാകും. ഒരടിമയ്ക്ക് വേണ്ടി അവന്റെ അഭാവത്തിലുള്ള പ്രാർത്ഥന തീർച്ചയായും ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യാൻ അല്ലാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നിർഗ്ഗിപ്പിക്കുന്നില്ല, ദുആയിലേക്ക് കടക്കാൻ. നമ്മൾ പറഞ്ഞ ആ സമയം കറക്റ്റ് ആയിട്ടുണ്ട്. 9 മണിക്ക് ഭക്ഷണം കറക്റ്റാക്കി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ.